നീറ്റ് യു.ജി. കൌൺസിലിംഗ് മാറ്റിവെച്ചെന്ന വാർത്ത തള്ളി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൌൺസിലിംഗ് ഇന്ന് തുടങ്ങുമെന്നത് അഭ്യൂഹം മാത്രമായിരുന്നു. തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിന് എന്താണ് കാരണം? ക്രിസ്റ്റീന, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇന്ന് നടത്താനിരുന്ന നീറ്റ് യു.ജി. കൌൺസിലിംഗ് മാറ്റിവെച്ചു എന്ന തരത്തിൽ ചില ദേശീയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അനിശ്ചിതകാലത്തേക്കാണ് മാറ്റിയതെന്നും പിന്നീട് തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ, അതായത് നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഹർജികൾ തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ നീറ്റ് കൌൺസിലിന്മേലൊരു തീയതി പ്രഖ്യാപിക്കുക എന്നുമാണ് ഈ ദേശീയ മാധ്യമങ്ങളടക്കം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ നീറ്റ് കൌൺസിലിംഗ് മാറ്റിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഒപ്പം തന്നെ നീറ്റ് യു.ജി. കൌൺസിലിംഗ് തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് തുടങ്ങുമെന്നത് അഭ്യൂഹം മാത്രമായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. അതായത് നേരത്തെ പുറത്തു വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളെ അപ്പാടെ തന്നെ തള്ളുകയാണ്. അതായത് ഇന്ന് തുടങ്ങാനിരുന്ന നീറ്റ് യു.ജി. കൌൺസിലിംഗ് മാറ്റിവെച്ചുവെന്ന അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നും ഇതിന്റെ തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല, അക്കാര്യത്തിൽ പിന്നീട് മാത്രമേ ഒരു തീരുമാനം ഉണ്ടാകുള്ളൂ എന്നുമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ഇതിനിടെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ നീറ്റ് യു.ജിയുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാണെന്നും ഇത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇങ്ങനെ അനിശ്ചിതത്തിലാവുന്നത് കാണാൻ കഴിയുന്നില്ല എന്നുമൊക്കെയാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിവില്ലായ്മയാണ് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും കോൺഗ്രസും അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ നീറ്റ് കൌൺസിലിംഗുമായി മാറ്റിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിലൊരു അന്തിമ തീയതി, ഈ നീറ്റ് യു.ജി. കൌൺസിലിംഗ് മേലൊരു ഔദ്യോഗിക തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീത വിജി.